പീക്കോണോമിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ഫസൽ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ ഫോളോ ചെയ്ത ഒരു സിസ്റ്റം, എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് മിക്സ്ഡ് ഇക്കണോമിക് സിസ്റ്റം ആയിരുന്നു. പേരിൽ മിക്സ്ഡ് ഇക്കണോമി എന്ന് പറയാമെങ്കിലും സോഷ്യലിസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സിസ്റ്റമായിരുന്നു നമ്മുടേത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഒരുപക്ഷെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു സോഷ്യലിസത്തിന്റെ വക്താവായിരുന്നു. രണ്ടാമത്തെ റീസൺ ഒരുപക്ഷെ USSRനോടായിരുന്നു ഇന്ത്യക്ക് കൂടുതൽ റിലേഷൻ. USSR ഒരു സോഷ്യലിസം ഫോളോ ചെയ്യുന്ന രാജ്യമായതുകൊണ്ട് തന്നെ അവരുടെ നയങ്ങൾ നമ്മളെ സ്വാധീനിച്ചു. മൂന്നാമത്തെ റീസൺ ഒരു പക്ഷേ 1947 ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ഇന്ത്യയെ ഏകദേശം പരമാവധി ചൂഷണം ചെയ്ത് ഒരു ദരിദ്ര രാഷ്ട്രമാക്കി മാറ്റിയിട്ടാണ് അവർ ഇവിടെ നിന്ന് കടന്നു പോകുന്നത്. സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ കയ്യിൽ വളരെയധികം റിസോഴ്സുകൾ കുറവാണ്. പർച്ചേസിംഗ് പവർ വെറും നോമിനൽ മാത്രം. പർച്ചേസിംഗ് പവർ വളരെ കുറഞ്ഞ ജനങ്ങളുള്ള ഒരു രാജ്യത്ത് വലിയ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടില്ല എന്നുള്ളത് സ്വാഭാവികം. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ഗവൺമെന്റിന് വരുമാനം വളരെ കുറവായിരിക്കും. കാരണം ടാക്സ് അടക്കുന്ന ജനങ്ങൾ വളരെ കുറവാണ്. ദരിദ്രരായിട്ടുള്ള ആളുകളാണ് കൂടുതലും. പർച്ചേസിംഗ് പവർ വളരെ കുറവാണ്. അധികവും തൊഴിലില്ലാത്തവര്, കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവര്, നല്ല നല്ല വ്യവസായങ്ങൾ ഇല്ലാത്ത ഒരു സമ്പദ് വ്യവസ്ഥയിൽ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ വരുമാനവും വളരെ ലിമിറ്റഡ് ആയിരിക്കും. പുറമെ ദരിദ്രരായ ജനങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൂടുതൽ ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഗവൺമെന്റിന്റെ ചെലവ് ഒരു വശത്ത് കൂടിക്കൊണ്ടിരിക്കും, മറുവശത്ത് കാര്യമായിട്ടുള്ള വരുമാനങ്ങൾ ഇല്ലതാനും. ഇതെല്ലാം ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഒരുപാട് വർദ്ധിപ്പിക്കും. സ്വാതന്ത്ര്യം കിട്ടി ആദ്യ കാലങ്ങളിൽ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുത്തത് ബേസിക് ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിനും അതേപോലെ കാർഷിക മേഖലക്കുമാണ്. കാർഷിക മേഖലയ്ക്ക് നമ്മൾ കൊടുത്തിരുന്ന പ്രാധാന്യം എത്രത്തോളം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ, നെഹ്റു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ സ്വീഡനിൽ നിന്ന് ഗ്രീൻ റവല്യൂഷന്റെ പിതാവായിരുന്ന നോർമൻ ബോർലോഗിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഗ്രീൻ റവല്യൂഷൻ ടെക്നോളജി കൃത്യമായിട്ട് ഇന്ത്യൻ കാർഷിക മേഖലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം പോലുള്ള സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പതുക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. 1980കളിലേക്ക് കടക്കുമ്പോഴാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പുതിയ മുഖം നൽകുന്നതിന് വേണ്ടി ഭരണാധികാരികൾ ശ്രമിക്കുന്നത്. 80 മുതൽ 84 വരെ ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. വ്യവസായത്തെ ഒന്നുകൂടി കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുന്നു. ഇന്ത്യൻ വ്യവസായത്തിന്റെ ഒരു പ്രധാന പ്രത്യേകത പബ്ലിക് സെക്ടറിലായിരുന്നു ഒട്ടുമിക്ക വ്യവസായങ്ങളും. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ സിക്നസ് നിലനിന്നിരുന്നു. ഇൻഡസ്ട്രിയൽ സിക്നസ് എന്ന് പറഞ്ഞാൽ ഒന്നും ഇക്കണോമിക്കൽ ആയിരുന്നില്ല, ലാഭകരമായിരുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അതിന്റെ റിസോഴ്സ് യൂസ് എഫിഷ്യൻസി തന്നെയായിരുന്നു. കാര്യക്ഷമമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗപ്പെടുത്തിയിരുന്നില്ല. 1980കളിൽ ഇൻഡസ്ട്രികളെ പതുക്കെ പ്രൈവറ്റ് മേഖലയെ കൂടി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാൻ തുടങ്ങി. ലൈസൻസിങ് സിസ്റ്റം ലിബറലൈസ് ചെയ്യാൻ തുടങ്ങി. ഇത്തരം നടപടികൾ തുടക്കത്തിലായിരുന്നു. പക്ഷേ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി 1984 കൊല്ലപ്പെടുന്നു. അമൃതസറിൽ സിഖ് തീവ്രവാദികളെ തുരത്തുന്നതിന് വേണ്ടി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തുന്നു. അതിനിടയിൽ അവരുടെ നേതാവ് കൊല്ലപ്പെടുന്നു. ഇതെല്ലാം ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷനിലേക്ക് നയിക്കുന്നു. അവരുടെ 2 സിഖ് അംഗരക്ഷകരാൽ അവർ കൊല്ലപ്പെടുന്നു. ശേഷം എലക്ഷൻ നടക്കുന്നു. 1984 ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി അധികാരത്തിലേറുന്നു. ഇന്ത്യക്കൊരു പുതിയ ഊർജ്ജസ്വലനായ പ്രധാനമന്ത്രിയെ ലഭിക്കുന്നു. അന്നത്തെ ഇലക്ഷന്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് 513 കണ്ടസ്റ്റഡ് സീറ്റുകളിൽ 404 വിജയിച്ചുകൊണ്ട് ഒരു ഹിസ്റ്റോറിക്കൽ വിൻ കോൺഗ്രസ് പാർട്ടി രേഖപ്പെടുത്തുന്നു. ഇന്ത്യ ചരിത്രത്തിലെ പൊളിറ്റിക്സിൽ പ്രധാനമായ ഒരു ചരിത്രം രേഖപ്പെടുത്തുന്നു. കോൺഗ്രസിന്റെ ചരിത്രപരമായ വിജയത്തിന് ഒരു പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷനും അതുമായി ബന്ധപ്പെട്ട സിമ്പത്തിക് എൻവിയോൺമെന്റും എല്ലാം കാരണമായേക്കാം. എന്നിരുന്നാലും ഇന്ത്യക്ക് വളരെ ഊർജ്ജസ്വലനായ ഒരു പ്രധാനമന്ത്രിയെ അതുവഴി ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രധാന പ്രത്യേകത. കോൺഗ്രസ് സമാനതകളില്ലാത്ത ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചത് കൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വരുന്നു അല്പകാലത്തേക്കെങ്കിലും. അതുവഴി രാജീവ് ഗാന്ധി ഇന്ത്യൻ ഇക്കോണമിയെ റിവൈവ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുന്നു, അല്ലെങ്കിൽ പുതുതായിട്ട് പല ശ്രമങ്ങളും തുടങ്ങി വെക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപകരെ സ്വീകരിക്കുന്നതിനും അതേപോലെ ഇന്ത്യൻ ഇൻഡസ്ട്രിയെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ഈ ലൈസൻസിങ് സിസ്റ്റത്തെയും മറ്റുമെല്ലാം പരിഷ്കരിക്കാൻ അദ്ദേഹം ഒരുങ്ങുകയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ റിവൈവ് ചെയ്യുന്നതിനും
ഓപ്പൺ അപ്പ് ചെയ്യുന്നതിനും മോഡേണൈസ് ചെയ്യുന്നതിനും വേണ്ടി അദ്ദേഹം ഇന്റർനാഷണൽ ഓർഗനൈസേഷനുകളുമായിട്ട് ചർച്ചയിൽ ഏർപ്പെടുന്നു. അതേപോലെ തന്നെ ഇന്ത്യയുടെ IT മേഖലക്കും കമ്മ്യൂണിക്കേഷൻ മേഖലക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നതിന് വേണ്ടി സിഡാക്, സിഡോട്ട് തുടങ്ങിയ സ്കീമുകൾ, പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. നാം ഇന്ന് കാണുന്ന IT റവല്യൂഷന്റെ അടിസ്ഥാനം അവിടെ നിന്നാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പരിഷ്കരിക്കുന്നതിനുള്ള എല്ലാ നടപടികളും ആരംഭിച്ചതിന് ശേഷമാണ് 1989 ഇലക്ഷൻ കോൺഗ്രസ് നേരിടുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പരിഷ്കരിക്കുന്നതിനുള്ള നടപടികളിൽ പലതും ഇൻഫ്ലേഷന് കാരണമായി എന്നുള്ളതും സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ പലതും കുറഞ്ഞു എന്നുള്ളതും പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരങ്ങൾ ശക്തിപ്പെടുത്താൻ കാരണമായി. പുറമെ ബൊഫേഴ്സ് സ്കാൻഡൽ, മണ്ഡൽ കമ്മീഷൻ, കശ്മീർ, അസം, പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള റീജിയണൽ അൺട്രസ്റ്റ് ഇതെല്ലാം കോൺഗ്രസിന്റെ പതനത്തിന് കാരണമായി. തുടർന്ന് ജനതാദൾ നേതാവ് VP സിംഗിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപീകരിക്കുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നു. പക്ഷേ വളരെ കുറഞ്ഞ ആയുസ് മാത്രമേ ആ മന്ത്രിസഭയ്ക്കുണ്ടായിരുന്നുള്ളൂ. പ്രധാന കാരണം മണ്ഡൽ കമ്മീഷൻ നിർദ്ദേശപ്രകാരം 27% ഗവൺമെന്റ് ജോലികളിൽ OBCക്ക് റിസർവേഷൻ അനുവദിക്കുന്നു. പുറമെ രഥയാത്ര നടത്തിയ LK അദ്വാനിയെ അറസ്റ്റ് ചെയ്യുന്നു. ഇത് രണ്ടും BJPയെ ചൊടിപ്പിക്കുന്നു. BJP മന്ത്രിസഭയ്ക്ക് നൽകിയിരുന്ന സപ്പോർട്ട് പിൻവലിക്കുന്നു. ശേഷം കോൺഗ്രസിന്റെ സപ്പോർട്ടോടുകൂടി ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബജറ്റ് പാർലമെന്റിൽ പാസ്സാക്കാൻ സാധിച്ചില്ല. കോൺഗ്രസ് സപ്പോർട്ട് പിൻവലിക്കുന്നു. ശേഷം പുതിയ ഇലക്ഷനിലേക്ക് വരുന്നു. പുതിയ ഇലക്ഷൻ നേരിടുന്നതിന് വേണ്ടി രാജീവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രചരണം ആരംഭിക്കുന്നു. ഈ പ്രചരണത്തിനിടയിലാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് LTT തീവ്രവാദികളാൽ അദ്ദേഹം വധിക്കപ്പെടുന്നു. ശേഷം വീണ്ടും സമാനതകളില്ലാത്ത പൊളിറ്റിക്കൽ അവ്യക്തതയിലേക്ക് ഇന്ത്യ കടന്നു പോകുന്നു. രാജീവിന് ശേഷം പിന്നീട് PV നരസിംഹറാവുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കേവല ഭൂരിപക്ഷത്തോടുകൂടി പുതിയ മന്ത്രിസഭ രൂപീകരിക്കുന്നു. ഇവിടെ നിന്നാണ് പുതിയ ഇന്ത്യയുടെ തുടക്കം. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെയായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ സ്ഥിതി ആ സമയത്ത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യ സമാനതകളില്ലാത്തൊരു ക്രൈസിസ് മുന്നിൽ കണ്ട കാലഘട്ടമാണ് 1991. പ്രധാനമായ കാരണങ്ങൾ ഇതൊക്കെ തന്നെ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് 47 ശേഷം വിദേശ നിക്ഷേപകരെ ഒട്ടും ആകർഷിക്കാത്ത ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നു. പ്രധാന കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1800കളിൽ ഇവിടെ വന്നതിൻ്റെ ഫലമാണ് പിന്നീട് ജനങ്ങൾ അനുഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു വിദേശ നിക്ഷേപത്തിന് വീണ്ടും സർക്കാർ ഒരുക്കമല്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ ലൈസൻസിങ് സിസ്റ്റം എന്ന് പറയുന്നത് റിജിഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടുള്ള കമ്പനികളൊന്നും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ജനങ്ങൾ ദരിദ്രരായിരുന്നു. കൊക്കക്കോളയും IBMഉം എല്ലാം 1970കളിൽ തന്നെ ക്ലച്ച് പിടിക്കാൻ പറ്റാതെ ക്ലോസ് ഡൗൺ ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇതിനിടക്കാണ് ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷനും പിന്നീട് ഇലക്ഷനും പുതിയ ഗവൺമെന്റ് വരുന്നതും. അതേ സമയത്ത് തന്നെ 1985 റഷ്യ കൊളാപ്സ് ആകുന്നു. 14-15ഓളം രാജ്യങ്ങൾ കൂടി ചേർന്ന യൂണിയനായിരുന്ന USSR റഷ്യയായി മാറിയതോടുകൂടി ഇന്ത്യയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. കാരണം ഇന്ത്യക്ക് കൂടുതൽ ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നത് റഷ്യയുമായിട്ടായിരുന്നു. ഇന്ത്യയുടെ പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കിയത് 1990 ഗൾഫ് വാറാണ്. ഇറാഖ് കുവൈത്തിനെ ആക്രമിച്ചതോടുകൂടി യുദ്ധം ആരംഭിക്കുകയും ഏകദേശം 32 രാജ്യങ്ങളോളം അതിൽ പങ്കെടുക്കുകയും ചെയ്തു, USA അടക്കം. അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ചീപ്പ് റേറ്റിൽ കിട്ടിയിരുന്ന എണ്ണയുടെ വില കൂടുകയും ഇന്ത്യ കയറ്റുമതി ചെയ്തിരുന്ന പല സാധനങ്ങളും കയറ്റുമതി ചെയ്യാൻ പറ്റാതെ വരികയും അതേപോലെ ഒരുപാട് ഇന്ത്യക്കാർ പണിയെടുത്തിരുന്ന ഗൾഫ് മേഖലകളെ അത് വളരെ പ്രതികൂലമായി ബാധിക്കുകയും ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള റെമിറ്റൻസ് കുറയുകയും ചെയ്തതോടുകൂടി ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിനെ അത് വളരെയധികം നെഗറ്റീവായിട്ട് ബാധിച്ചു. ഇന്ത്യയുടെ പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമായി എന്ന് വെച്ചാൽ ഏകദേശം $2500 കോടി മാത്രമായിരുന്നു വിദേശ നാണ്യം അവശേഷിച്ചിരുന്നത്. അതായത് കഷ്ടിച്ച് 2-3 ആഴ്ച മാത്രം ഇറക്കുമതി ചെയ്യാനുള്ള ഒരു റിസോഴ്സ്. ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ തൻ്റെ ഫിനാൻസ് മിനിസ്റ്ററെയും RBI ഗവർണറെയും IMFന്റെ അടുക്കലേക്ക് അയക്കുന്നു. അവിടെ നിന്ന് ഫണ്ട് വാങ്ങുന്നതിന് വേണ്ടി അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നു. ഈ സമയത്താണ് രാജീവ് ഗാന്ധി തൻ്റെ സപ്പോർട്ട് പിൻവലിക്കുന്നത്. IMF ആ സമയത്ത് ഗവൺമെന്റിനെ കളിയാക്കി, നിങ്ങളുടെ ഗവൺമെന്റ് വീണിരിക്കുന്നു, ഞങ്ങൾ ആർക്കാണ് കടം തരേണ്ടത്? അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തകരാൻ പോകുന്ന സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നതിനും റിവൈവ് ചെയ്യുന്നതിനും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിന് പകരം ഒരു പുതിയ ഇലക്ഷനിലേക്ക് കടന്നു പോകേണ്ടി വരുന്ന സാഹചര്യവും അതിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും സംജാതമാകുകയാണ്. സ്വാഭാവികമായിട്ടും രാജ്യം കൂടുതൽ പ്രതിസന്ധിയിലാകുന്നു.
തുടർന്ന് നേരത്തെ പറഞ്ഞ പോലെ രാജീവ് ഗാന്ധിയുടെ അസാസിനേഷൻ കൂടിയായതോടുകൂടി അത് പരിപൂർണതയിലെത്തുന്നു. പിന്നീട് ഇലക്ഷൻ നടന്നു. PV നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് നിലവിൽ വരുന്നു. പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ PV നരസിംഹറാവു ആദ്യം ചെയ്തത് ക്യാബിനറ്റ് സെക്രട്ടറിയെ വിളിപ്പിക്കുകയാണ്. അദ്ദേഹം ക്യാബിനറ്റ് സെക്രട്ടറിയോട് ചോദിച്ചു, ഞാൻ കേട്ട പോലെ ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിസന്ധി ഇത്രയും രൂക്ഷമാണോ? ക്യാബിനറ്റ് സെക്രട്ടറി കൊടുത്ത മറുപടി, അല്ല, നിങ്ങൾ കേട്ടതിനേക്കാൾ രൂക്ഷമാണ് ഇന്ത്യയുടെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി. കഷ്ടിച്ച് 3 ആഴ്ചയോളം മാത്രം ഇറക്കുമതി ചെയ്യാനുള്ള ഒരു ഫോറിൻ റിസർവ് മാത്രമേ നമ്മളുടെ കയ്യിൽ അവശേഷിക്കുന്നുള്ളൂ. PV നരസിംഹറാവു തീർച്ചയായിട്ടും ചിന്താകുലനായി. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അദ്ദേഹം ചിന്തിച്ചു കാണും. സ്വാഭാവികമായിട്ടും അദ്ദേഹം ആലോചിച്ചത് ഇതിനെ ഏത് രീതിയിൽ മറികടക്കും, ഇതിന് പരിഹാരം എന്താണെന്നുള്ളതാണ്. അദ്ദേഹം ആലോചിച്ചു. പല പ്രതിനിധികളുമായിട്ട്, പല വിദഗ്ധരുമായിട്ട് ശേഷം ആ ഒരു പോയിന്റിലേക്ക് അദ്ദേഹം വരികയാണ്. PV നരസിംഹറാവു മൻമോഹൻ സിംഗിനെ വിളിക്കുന്നു. ആരാണ് മൻമോഹൻ സിംഗ്? അദ്ദേഹം മുൻ RBI ഗവർണറാണ്, മുൻ എക്കണോമിക് അഡ്വൈസറാണ്, മുൻ ഫിനാൻസ് സെക്രട്ടറിയാണ്, അതേപോലെ പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു. നിലവിൽ UGC ചെയർമാനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിലേക്ക് ശ്രദ്ധ പോകുന്നു. പ്രധാനമായും കാരണം സാധാരണ ഒരു ക്യാബിനറ്റ് മന്ത്രിയെ കൊണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം പരിഹരിക്കാൻ കഴിയില്ലെന്ന് PV നരസിംഹറാവുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. സ്വാഭാവികമായിട്ടും ഏറ്റവും കഴിവുള്ള ഒരു സാമ്പത്തിക വിദഗ്ധനെ തന്നെ പണിയേൽപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിളി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മൻമോഹൻ സിംഗും ആലോചിച്ചത് ഇത്രയും പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ഒരു പദവി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ളതായിരിക്കും, അതുകൊണ്ട് ഇത് നിരസിച്ചേക്കാമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം ചിന്തിച്ചത്. പക്ഷേ PV നരസിംഹറാവു വളരെ നിർബന്ധപൂർവം അദ്ദേഹത്തെ സമീപിക്കുകയും നിർബന്ധിക്കുകയും ചെയ്തതോടുകൂടി അദ്ദേഹം അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. മൻമോഹൻ സിംഗ് പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ വിപ്ലവകരമായിട്ടുള്ള പല നടപടികളും സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതാണ്. PV നരസിംഹറാവു പരിപൂർണമായിട്ട് സ്വാതന്ത്ര്യം നൽകുന്നു, എല്ലാ പിന്തുണയും നൽകുന്നു. അങ്ങനെ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ലോകം കണ്ട, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധൻ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് ചുമതലയേൽക്കുകയാണ്. അവിടെ നിന്ന് ഒരു പുതിയ ഇന്ത്യ പിറവിയെടുക്കാൻ പോകുകയാണ്. പിന്നീട് കണ്ടത് ചരിത്രം മാത്രം. നമുക്കറിയാം, ശ്രീലങ്കയിൽ ഇതേ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആഭ്യന്തര കലാപം അതിന്റെ ഫലമായിട്ട് അവിടെ ഉണ്ടായി. ഇവിടെയും പ്രൊട്ടസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ മൻമോഹൻ സിംഗ് പദവിയേറ്റെടുക്കുന്നു. പദവിയേറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ അദ്ദേഹം തുടങ്ങുകയാണ്. ആ പരിഷ്കാരത്തിന്റെ പരിണിത ഫലമായിട്ട് നമുക്കറിയാവുന്നതാണ്, ഇന്ത്യ ഈസ് നൗ 5th ലാർജസ്റ്റ് ഇക്കോണമി ഇൻ ദ വേൾഡ്. ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറുകയാണ്. ഇന്ത്യക്ക് മുകളിലുള്ളത് USA, ചൈന, ജർമ്മനി, ജപ്പാൻ, ശേഷം ഇന്ത്യ. എന്ത് മാജിക്കാണ് മൻമോഹൻ സിംഗ് ചെയ്തത് എന്നുള്ളതാണ്. ഏകദേശം ഒരൊറ്റ മാസം കൊണ്ടാണ് ഇന്ത്യൻ ഇക്കോണമിയുടെ തലവര തന്നെ അദ്ദേഹം മാറ്റിമറിച്ചത്. 2 പരിഷ്കാരങ്ങളാണ് അദ്ദേഹം വന്ന ഉടനെ ചെയ്തത്. ആദ്യത്തേത്, ഇന്ത്യൻ കറൻസിയെ ഡീവാല്യൂ ചെയ്തു. അതായത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം മനഃപൂർവ്വം ഏകദേശം 20% കുറച്ചു വെച്ചു. 9% ആദ്യം, പിന്നെ 11% കുറച്ചിട്ട് 20% മൊത്തം ഇന്ത്യയുടെ കറൻസിയുടെ വാല്യൂ കുറക്കുന്നത്. അതിൻ്റെ പരിണിത ഫലം എന്നോണം ഇന്ത്യയുടെ ഇറക്കുമതി എക്സ്പെൻസീവായി, കയറ്റുമതി കൂടുതൽ ചീപ്പറായി. സംഭവിച്ചത് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഇറക്കുമതി കുറയുകയും കയറ്റുമതി കൂടുകയും ചെയ്തു. മൻമോഹൻ സിംഗിന് നന്നായിട്ടറിയാം പണി തുടങ്ങേണ്ടത് എവിടെ നിന്നാണെന്ന്. കാരണം അദ്ദേഹം ഓക്സ്ഫോർഡിൽ ചെയ്ത ഗവേഷണത്തിന്റെ പ്രബന്ധം എന്ന് പറയുന്നത് ഇന്ത്യയുടെ എക്സ്പോർട്ട് ഗ്രോത്ത് പൊട്ടൻഷ്യലിനെ കുറിച്ചാണ്. സ്വാഭാവികമായിട്ടും അതിനുള്ള ഒരു ഗ്രൗണ്ടാണ് അദ്ദേഹം ആദ്യം ഒരുക്കിയത്. അതിൻ്റെ ആദ്യത്തെ ഒരു പടിയായിട്ടാണ് അദ്ദേഹം ഇന്ത്യൻ കറൻസിയുടെ മൂല്യം മനഃപൂർവ്വം കുറച്ചു വെച്ചത്. രണ്ടാമതായിട്ട് അദ്ദേഹം ചെയ്തത്, ഇന്ത്യയുടെ ഗോൾഡ് അദ്ദേഹം പ്ലെഡ്ജ് ചെയ്തു എന്നുള്ളതാണ്. പണയം വെച്ചു. 47 ടൺ ഗോൾഡ് പ്ലെഡ്ജ്ഡ്. ഇംഗ്ലണ്ടിലെ ബാങ്കിലും ജപ്പാനിലെ ബാങ്കിലും അദ്ദേഹം 47 ടൺ രാത്രിയെ ഇവിടുന്ന് വിമാനത്തിൽ പറത്തുകയാണ്. ഇതെല്ലാം വളരെ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചെടുത്തു എന്നുള്ളത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അവിടെയാണ് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന യഥാർത്ഥ ഇക്കോണമിസ്റ്റിന്റെ കഴിവ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് കൃത്യം 1 മാസത്തിന് ശേഷം മൻമോഹൻ സിംഗിന്റെ ആദ്യത്തെ ബജറ്റ് എത്തുകയാണ്.
ആ ബജറ്റിനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് ഇറ്റ് വാസ് എ മാജിക്കൽ ബജറ്റ്, ഒരു ലെജൻഡറി ബജറ്റ്, ഇന്ത്യയെ തന്നെ മാറ്റിമറിച്ച ഒരു ബജറ്റ്, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബജറ്റ്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ചിലത് പറയാം. ഉദാഹരണമായിട്ട് ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കി. ഒരുപാട് കമ്മോഡിറ്റികൾ പുറത്തുനിന്ന് വരുന്നതിന് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ആ തടസ്സങ്ങൾ അദ്ദേഹം നീക്കം ചെയ്തു. രണ്ടാമത്തെ പരിഷ്കാരം, പ്രധാനപ്പെട്ട പരിഷ്കാരം, 51% വരെ ഇന്ത്യൻ കമ്പനികളിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അനുവദിച്ചു. മൂന്നാമത്തേത് ലൈസൻസിങ് രാജ് അവസാനിപ്പിച്ചു. 80% ഇൻഡസ്ട്രികളെ ലൈസൻസിങ്ങിന്റെ പരിധിയിൽ നിന്ന് എടുത്തൊഴിവാക്കി. ഇൻഡസ്ട്രികൾക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിന് പ്രിയർ അപ്രൂവൽ ആവശ്യമായിരുന്നു, അത് എടുത്തൊഴിവാക്കി. ഈവൻ പബ്ലിക് സെക്ടറിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് വരെ എക്സ്പാൻഷൻ പ്രിയർ അപ്രൂവൽ ആവശ്യമായിരുന്നു, അതെടുത്തൊഴിവാക്കി. അങ്ങനെ കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ സെക്ടറിന് ഫ്രീഡം നൽകുന്ന ഒരു ബജറ്റ്. ഇത്തരത്തിൽ ഒരുപാട് റെവല്യൂഷണറി അനൗൺസ്മെന്റുകളാണ് അദ്ദേഹം തന്റെ ആദ്യ ബജറ്റിൽ കൊണ്ടുവന്നത്. സാധാരണക്കാർക്ക് എന്ത് നേട്ടമുണ്ടായി എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. ഒരു കാലത്ത് പ്രീമിയർ പത്മിനിയെയും അംബാസഡർ കാറുകളെ കുറിച്ച് മാത്രം കണ്ടിരുന്ന നമ്മൾ പിന്നീട് 91 ശേഷം ഹോണ്ട, ഹുണ്ടായി, ടയോട്ട, സുസുക്കി ഇതൊക്കെ കേൾക്കാനും കാണാനും തുടങ്ങി. ടി വിയിൽ BPL-ഉം ഒനിഡയുമായിരുന്നു നമുക്ക് പരിചയമുണ്ടായിരുന്നത്. 91 ശേഷമാണ് സോണിയും പാനാസോണിക്കും സാംസങ്ങും എല്ലാം നമ്മൾ കാണാൻ തുടങ്ങിയത്. സർവ്വ മേഖലയിലും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വന്നു. ടെക്സ്റ്റൈൽസ്, ടെലികമ്മ്യൂണിക്കേഷൻ, മൊബൈൽ, എയർലൈൻസ് എല്ലാ മേഖലയിലും വിദേശ ബ്രാൻഡുകൾ വന്നു. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കാൻ തുടങ്ങി. വിദേശ ബ്രാൻഡുകളോടൊപ്പം അവരുടെ ടെക്നിക്കൽ നോ ഹൗ കൂടിയായപ്പോൾ നമ്മളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കാൻ തുടങ്ങി. നമ്മളുടെ ആളുകൾക്ക് കൂടുതൽ ജോലി അവസരങ്ങൾ ലഭിക്കാൻ തുടങ്ങി. നമ്മളുടെ വരുമാനം കൂടാൻ തുടങ്ങി. നമ്മളുടെ ഡൊമസ്റ്റിക് ഇക്കോണമിയെ ബൂസ്റ്റ് ചെയ്തു. മൻമോഹൻ സിംഗിന്റെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന വികസനം എന്ന് പറയുന്നത് വളരെ സ്പൊറാഡിക് ആയിരുന്നു, ത്വരിതഗതിയിലായിരുന്നു, നമ്മൾ വിചാരിക്കുന്നതിലും വേഗത്തിലായിരുന്നു. കാരണം വിദേശ കമ്പനികളും അവരുടെ ഇൻവെസ്റ്റ്മെന്റും രാജ്യത്തിലേക്ക് ഒഴുകി വന്നതോടുകൂടി നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കാൻ തുടങ്ങി. അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ നാട്ടിൽ ഏകദേശം അവരുടെ ഗ്രോത്ത് പൊട്ടൻഷ്യലിനൊപ്പം എത്തി. ഇനി വികസിക്കാൻ അവസരമില്ലാതെ, എക്സ്പാൻഡ് ചെയ്യാൻ അവസരമില്ലാതെ സാച്ചുറേഷൻ പോയിന്റിലായിരുന്നു. അവർക്ക് ഒരു പുതിയ മാർക്കറ്റ് ലഭിച്ചു. അവർ വളരെ സന്തോഷപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കാൻ തുടങ്ങി. നമുക്ക് കൂടുതൽ ജോലി അവസരങ്ങൾ കിട്ടാൻ തുടങ്ങി. നമ്മളുടെ വരുമാനം കൂടാൻ തുടങ്ങി. നമ്മളുടെ പർച്ചേസിംഗ് പവർ കൂടാൻ തുടങ്ങി. തുടർന്ന് വന്ന ഗവൺമെന്റുകളും അതേ പാത പിന്തുടർന്നു. അതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് റിസൾട്ടാണ് ഇന്ത്യ ഈസ് ദ 5th largest economy in the world now. മറ്റൊരു ടോപ്പിക്കുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.